മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കിട്ടാൻ വേണ്ടി ഇനി ഫാമിലി കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് BV രാഗരത്നത്തിൻ്റെയും കൂടെയുള്ള മറ്റൊരു ജഡ്ജിൻ്റെയും ഒരു വെർഡിക്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ സാധാരണഗതിയിൽ ഡൈവോഴ്സ് ആയാൽ അവർ ഫാമിലി കോടതിയിലാണ് അഭയം തേടുന്നത്. പക്ഷേ ഫാമിലി കോടതി അഭയം തേടുന്നതിന് പകരം പലരും 125 CRPC അനുസരിച്ച്, അതായത് പുതിയ CRPC പ്രകാരമാണെങ്കിൽ 144 വകുപ്പ് അനുസരിച്ച് അവർക്ക് ചെലവിനുള്ള പണം ഭർത്താവ് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് 3, 4, 5 ദിവസത്തിനകം ഈ സെക്ഷൻ അനുസരിച്ച് നിങ്ങൾ കോടതിയിൽ പോയാൽ അപ്പോൾ തന്നെ ജീവനാംശം കോടതി ആ തുക ഇത്രയെന്ന് കോടതി ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയും വ്യക്തിയുടെ വരുമാനവും വ്യക്തിയുടെ മക്കളിനെ ആശ്രയിച്ച് ഇത്ര രൂപ ചെലവിന് കൊടുക്കണം എന്ന് വിധി വരും. വർഷക്കണക്കിന് ഫാമിലി കോടതിയിൽ കേസ് കളിച്ചിട്ടും വളരെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. ഇപ്പം തന്നെ ആന്ധ്ര ഹൈക്കോടതിയിലെ അവിടുത്തെ ഒരു തീരുമാനം, അതിനെതിരായി സുപ്രീം കോടതി വന്ന ഒരു കേസിലാണ് സുപ്രധാനമായ ഈ വിധി വന്നത്. ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരാൾ ആ കേസിൽ തൻ്റെ ഭാര്യ 15,000 രൂപയടുത്ത് ജീവനാംശം കൊടുക്കണം, ഈ 125 CRPC പ്രകാരം ആണ് കേസ് ഫയൽ ചെയ്തത്. അതിനെതിരായി സുപ്രീം കോടതി പോയപ്പോഴാണ് ജസ്റ്റിസ് BV രാഗരത്നത്തിൻ്റെ ഡിവിഷൻ ബെഞ്ചിൽ അവർ പറഞ്ഞത്, ഇന്ത്യയിൽ 2 നിയമങ്ങളുണ്ട്. നമുക്കറിയാം, ഫാമിലി കോടതിയിൽ മുസ്ലിം വിമൻ ആക്ട് 1986 അനുസരിച്ച് ആണ് സാധാരണഗതിയിൽ കേസ് കൊടുക്കുന്നത്. ഭർത്താവുമായിട്ടുള്ള ആ സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ ഡൈവോഴ്സ് കേസിലേക്ക് പോകുന്നതും ജീവനാംശം കിട്ടാനുമൊക്കെ വർഷങ്ങളെടുക്കും. അതിന് പകരം ഇന്ത്യയിൽ 2 നിയമമുണ്ട്. 2 നിയമങ്ങൾ നിലവിലുണ്ട്. 1986 മുസ്ലിം വിമൻസ് ആക്റ്റും അതുപോലെ തന്നെ 125 CRPCയിലുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നിയമവും. ഇത് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. രണ്ടിൻ്റെതായ പ്രാമുഖ്യമുണ്ട്. ഇവിടെ ആ ഫാമിലി കോടതിയിലെ ഡൈവോഴ്സ് കേസുകൂടെ പരിഗണിക്കുമ്പോൾ ഇവിടെ അതല്ല. ഭാര്യയെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് വരുമാനമൊന്നുമില്ലെങ്കിൽ ആ സ്ത്രീയും കുട്ടികൾ എത്ര പേരുണ്ടോ അതുകൂടെ കണക്കാക്കി ഭർത്താവ് ചെലവിന് കൊടുക്കണം. അത് കേസ് ഫയൽ ചെയ്യാതെ ഒരാഴ്ചയ്ക്കകം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ അതിന് ഓർഡർ ഉണ്ടാവും. അത് സ്ത്രീകൾക്ക് വളരെ ആശ്വാസകരമാണ്. അതുകൊണ്ട് ഈ പുതിയ ജഡ്ജ്മെൻറ്റ് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ജസ്റ്റിസ് BV രാഗരത്നയുടെ ഡിവിഷൻ ബെഞ്ചിലാണ് ആ വിധി വന്നത്. അതുകൊണ്ട് അതിന് വലിയ പ്രാമുഖ്യമുണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുതന്നെയല്ല, അവർ അതിനൊപ്പം മറ്റു ചില കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ പല സ്ത്രീകൾക്കും വരുമാനമില്ലാതെ ഭാര്യയായിട്ട് അല്ലെ കുട്ടികളുടെ അമ്മയായിട്ട് വീടുകളിൽ കഴിയുന്നവരാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിനനുസരിച്ച് അവർ വേറെ ചിലപ്പം വെളിയിൽ ജോലിക്ക് പോവില്ല. വിദ്യാഭ്യാസമുള്ള പല സ്ത്രീകളും വീടുകളിൽ തന്നെ ഹോം മേക്കറായിട്ട് അവർ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് യാതൊരുവിധ വരുമാനവുമില്ല. അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ അന്ത്യം വരെ ഭർത്താവിനും മറ്റു വീട്ടിലെ അംഗങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി പണിയെടുക്കുകയാണ്. 1 രൂപ വരുമാനമില്ല. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ചില പൈസയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും കെഞ്ചി വേണം വാങ്ങിക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഓർഡർ അനുസരിച്ച് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും കൊടുക്കണം. അവർക്ക് ഒരു ATM കാർഡ് വേണം, അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. അതും അവ അവകാശപ്പെട്ടതാണ്. അതുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോഴത്തെ ലേറ്റസ്റ്റായ വിവരങ്ങൾ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഒരു വരുമാനമില്ലാതെ അവർക്ക് സ്വയം എന്തെങ്കിലും ഒരു 5 രൂപയുടെ 10 രൂപയുടെ സാധനം വാങ്ങിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തോ തന്നെ കെഞ്ചണം. അതുകൊണ്ടാണ് ഈ സുപ്രധാന വിധിക്കുള്ള പ്രാധാന്യം.
അത്യാവശ്യത്തിനുള്ള മിനിമമുള്ള പണം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അതിനവർ ATM കാർഡ് അവർക്ക് കൊടുക്കണം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള ചുമതലകൾ ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു നവോത്ഥാനം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്ത്രീകൾ ഏതായാലും ഈ വഴിക്കൂടെ വരും, അവർ സ്വന്തമായി ഇതെല്ലാം നേടും. രണ്ടാമത് മെയിൻ്റനൻസ്, ഒരു സ്ത്രീക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ആ 2 കുട്ടികൾക്കും ആ സ്ത്രീക്കും മുസ്ലിം സ്ത്രീക്ക് ആ കുടുംബത്തിന് മെയിൻ്റനൻസ് ഭർത്താവ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് 125 CRPC പ്രകാരം. അതോടൊപ്പം തന്നെ ഹാൻഡിക്യാപ്ഡായ ഒരു കുട്ടികളെ ഉണ്ടെങ്കിൽ അതിനും ചിലവ് കൊടുക്കേണ്ടി വരും. ആ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും ഉള്ളിടത്തോളം കാലം ആ ഹാൻഡിക്യാപ്ഡായ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൊടുക്കണം. രണ്ടാമത് ആ സ്വത്തിന് ഏതെങ്കിലും രീതിയിൽ അമ്മയ്ക്കോ അപ്പനോ അവകാശമുണ്ടെങ്കിൽ അത് ഹാൻഡിക്യാപ്ഡായ കുട്ടികൾക്കും മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെ വീതം വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലർക്ക് ഒരാൾക്ക് ഒരു ഹാൻഡിക്യാപ്ഡ് കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭിന്നശേഷിയുള്ള കുട്ടിയുടെ മരണം വരെ അവർ സംരക്ഷിക്കുകയും അതിനുള്ള ചിലവ് കൊടുക്കുകയും പ്രായപൂർത്തിയായാലും ശരി ആ കുട്ടിക്കുള്ള ചിലവ് കൊടുക്കുകയും മറ്റൊന്ന് അവരുടെ സ്വത്തിന് ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് അവകാശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൊടുക്കേണ്ടി വരും. പുതിയ ഇപ്പോഴത്തെ നിയമങ്ങളും എല്ലാവരും ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും ഇന്ത്യയിലെ സ്വാതന്ത്ര്യവും അവകാശവും സാമ്പത്തികമായ അവർക്ക് ഉന്നമതിയും ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് പുതിയ നിയമങ്ങൾ വരുന്നതും. സ്ത്രീ ശാക്തീകരണമാണ് ഇതിൻ്റെ ലക്ഷ്യം.